ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഭവിക്കുന്നത് എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകുന്നു, പുതിയ നേതൃത്വം വരുന്നു. ഇപ്പോൾ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും ഒരു ടീമായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം അവർക്ക് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ വലിയ വിജയമാണ് ഉണ്ടായത്. സുധാകരൻ സംഘടനയെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു, സെമി കേഡറാക്കുന്നു. അവിടെ ഈ ഭാരവാഹിത്വം വീതം വെക്കുന്നത് സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ട്, ഈ പറഞ്ഞ കൂടിയാലോചന സംബന്ധിച്ച് ചില എതിരഭിപ്രായങ്ങളുണ്ട് എന്നതിലുപരി ഇലക്ടറലി പാർട്ടി ഫിറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ വീണ്ടും കോൺഗ്രസിനകത്തൊരു വിഭാഗീയത വരാൻ എന്തായിരിക്കും കാരണം? എന്തുകൊണ്ട് വി ഡി സതീശൻ ഇപ്പോൾ സുധാകരനോട് അത്ര വലിയ ഒരു പഥ്യം കാണിക്കുന്നില്ല? അവർ തമ്മിൽ പരസ്പരം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ ഒരു ചെറിയ രീതിയിൽ ഇടയുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ്. അഭിലാഷേ, വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ പരസ്യമായിട്ട് ക്യാമറകൾക്ക് മുമ്പിൽ ഇടയണമെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പോര് അല്ലെങ്കിൽ അണിയറയിൽ അവർ തമ്മിലുള്ള പോര് എന്തുമാത്രം ശക്തമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കോൺഗ്രസിൽ ഇങ്ങനെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് അല്ലെ മുഖ്യമന്ത്രിയുമായിട്ട് ഉടക്കൊക്കെ സാധാരണമാണ്, ചരിത്രത്തിൽ ഏറെ ഉണ്ട് ഉദാഹരണം. പക്ഷേ അവിടെ എനിക്കുള്ള സംശയം, ജേക്കബ് ജോർജ് വളരെ കാലം ഇവര് ഈ പറഞ്ഞതുപോലെ ഇപ്പോ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, ഇതൊക്കെ വളരെ ഇപ്പോൾ എ കെ ആന്റണി, അതുപോലെ തന്നെ കെ കരുണാകരൻ, ഇത് ഈ പറഞ്ഞ ദ്വന്ദ്ങ്ങൾ കുറെ കാലം കോൺഗ്രസിനെ നയിച്ചവരാണ്. അവർ തമ്മിൽ അസ്വാരസ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ 2 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ വി ഡി സതീശൻ കെ സുധാകരൻ കോംബോ. അപ്പോഴേക്ക് ഈ സുധാകരൻ അങ്ങ് മാറ്റിക്കളയണം എന്നുള്ള ഒരു ചിന്ത എങ്ങനെ വരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, അത് തീർച്ചയായിട്ടും വ്യക്തികൾ തമ്മിലുള്ള 2 വ്യക്തികൾ തമ്മിൽ. ഞാൻ പറയാം, ആന്റണി ഒരിക്കൽ പോലും കെ കരുണാകരന് സൗകര്യം കൊടുത്തിട്ടില്ല. അതേസമയം ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ KPCC അധ്യക്ഷനായി വളരെ സ്മൂത്തായിട്ട് അങ്ങേയറ്റത്തെ സഹവർത്തിത്വത്തോടു കൂടിയാണ് 2 കൂട്ടരും കോൺഗ്രസിനെയും ഗവൺമെന്റിനെയും നയിച്ചത്. അതേപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായി. അത് വളരെ വളരെ നല്ല കൂട്ടുകെട്ടായിരുന്നു, അത് നല്ലൊരു നേതൃത്വമായിരുന്നു. ആ ഒരു നേതൃത്വം നിർഭാഗ്യവശാൽ കോൺഗ്രസിന് ഇത്തവണ കിട്ടിയിട്ടില്ല. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു തവണ CPM ഭരണത്തുടർച്ച നേടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 19 സീറ്റുമായിട്ട് റെക്കോർഡിട്ട കോൺഗ്രസ് ആണ് പിന്നീട് നിയമസഭ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പരാജയപ്പെട്ടത്. ഇനിയിപ്പോൾ ലോക്സഭ എത്ര സീറ്റ് കിട്ടും എന്നൊന്നും പറയാറായിട്ടില്ല. പക്ഷേ വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഐക്യമുള്ള 2 നേതാക്കന്മാർ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്, കോൺഗ്രസിന് ആവശ്യമാണ്. എന്തുകൊണ്ടോ സുധാകരനും വി ഡി സതീശനും തമ്മിൽ ഒന്നിച്ചു പോകാൻ കഴിയുന്നില്ല. അത് കോൺഗ്രസിന്റെ സംഘടനയെ, എന്തൊക്കെയാണെങ്കിലും KPCC പ്രസിഡന്റിന്റെ സംഘടന ശരിക്കും ശക്തിയോടെ, ഐക്യത്തോടെ, കെട്ടുറപ്പോടെ നയിക്കുന്നതിൽ, മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കുണ്ട്. പക്ഷേ പരക്കെയുള്ള, ഇപ്പം ഞാൻ പറയട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ തവണ KPCC അധ്യക്ഷനായിരുന്നല്ലോ. അദ്ദേഹത്തെ നമ്മുടെ KPCC ഓഫീസിൽ തിരുവനന്തപുരത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ അഭിലാഷേ? എന്താ കാര്യം? എനിക്കറിയാൻ കഴിഞ്ഞത് ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ സുധാകരനുള്ളിടത്തോളം കാലം അദ്ദേഹം ഇങ്ങോട്ടെങ്ങും വരത്തില്ല. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്ദേഹത്തെ കണ്ടില്ലല്ലോ കാര്യമായിട്ട്. ഇന്ന് വി ഡി സതീശനും MM ഹസൻ ഒഴിയേണ്ട MM ഹസനും ഇന്ദിരാഭവനിൽ എത്തിയിരുന്നില്ല. പല വലിയ സൂചനകളാണത്. അത് തീർച്ചയായും അതുകൊണ്ടായിരിക്കണം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രസിഡന്റ് സ്ഥാനം തരാം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടി എന്നുള്ളത് വ്യക്തമാകും. പിന്നീട് ഇപ്പോൾ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ സുധാകരൻ പേടിപ്പിച്ചിട്ടുണ്ടാവും, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. KC വേണുഗോപാലിനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം എന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ അത് വലിയ വിനാശം. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പല റൗണ്ടുകൾ സ്വാഭാവികമായിട്ടും പേടിച്ച് തന്നെയാണ് AICC ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്, സുധാകരൻ ഇന്ന് KPCC അധ്യക്ഷനായത്.